ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിലാണ് ഇന്ന്. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ജനകീയ തെരച്ചിൽ നടക്കുക. ക്യാമ്പിലുള്ളവരിൽ സന്നദ്ധരായവരെ കൂടി തെരച്ചിലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒപ്പം പ്രാദേശിക ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുക്കുന്നതായിരിക്കും. തെരച്ചിലിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 9 മണിക്കകം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ തെരച്ചിൽ മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. നമുക്ക് അരുൺ അമർനാഥിലേക്ക് പോകാം. ആദ്യം മുണ്ടക്കയിലാണ് അരുൺ അമർനാഥ് ഉള്ളത്. അരുൺ, ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകരും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ രജിസ്ട്രേഷൻ 9 മണി വരെയാണല്ലോ. ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? സന്നദ്ധ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഒക്കെ അവരുടെ നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? പൂജ, നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. 9 മണിയോടുകൂടിയാണ് നേരത്തെ പറഞ്ഞ സ്കെഡ്യൂൾ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് കൃത്യമായി ക്രമീകരിച്ച ശേഷമാണ് ഈ തെരച്ചിലിനായി എത്തുന്നവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. 9 മണി വരെ ഒരു രജിസ്ട്രേഷൻ സമയം വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചൂരൽമലയിൽ നിന്നൊക്കെ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തി. മുണ്ടക്കൈ ഗവൺമെൻറ് LP സ്കൂളാണ് കാണുന്നത്. വെള്ളാർമല സ്കൂളിനെ പോലെ തന്നെ തകർന്നു പോയ ഒരു സ്കൂൾ, വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയ ഒരു വിദ്യാലയം അവിടെ കാണുന്നുണ്ട്. ആ ഒരു പ്രദേശം നമുക്കറിയാം. പുഞ്ചിരി മട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്ന മണ്ണ് ഇടിഞ്ഞു വന്ന ഒരു മേഖലയാണ് ഈ കാണുന്നത്. ആകെ കല്ലുകളുടെ ഒരു കൂമ്പാരം നമുക്ക് ഇങ്ങനെ ദൃശ്യങ്ങൾ കാണാം. ഈ മേഖലയൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടാണ്. പക്ഷേ ഓരോ തവണ ഇവിടെ എത്തുമ്പോൾ പോലും അതുണ്ടാക്കുന്ന ഒരു വേദന എന്ന് പറയുന്നത് അത്തരത്തിൽ തന്നെയാണ്. ആ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്തിൻ്റെ നടുവിലൂടെ പോകുമ്പോൾ ഈ ഒരു മേഖല വീണ്ടും വീണ്ടും കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്തരത്തിലൊരു വേദന ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞ സന്നദ്ധ പ്രവർത്തകരിലേക്കും ഈ ഇപ്പോൾ അഗ്നിരക്ഷാ സേനയുടെ ടീം അംഗങ്ങളാണ് നമ്മോടൊപ്പം എത്തുന്നത്. നമ്മൾ തെരച്ചിലിനെ കുറിച്ചൊക്കെ പറയുകയായിരുന്നു. ഓരോ ദിവസങ്ങളിൽ ഇന്ന് ജനകീയ തെരച്ചിലാണ്. അപ്പോൾ പ്രതീക്ഷയോടൊക്കെ എത്തുന്ന ആളുകളാണ്. എങ്ങനെയാണ് ആ ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്? നമ്മളിപ്പോൾ മുണ്ടക്കൈ പ്രദേശത്താണ് നമുക്ക് തെരച്ചിലിനായിട്ട് നിർദ്ദേശിക്കുന്ന സ്ഥലം. അപ്പോൾ അത് മൊത്തത്തിൽ അതവിടെ JCB ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള തെരച്ചിൽ നടത്തുക. സ്മെല്ല് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവിടെ കുഴിച്ച് നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് അതിനുള്ള നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ ആളുകൾ പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ആ ഒരു സാധ്യത ഒക്കെ കൽപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളായിരിക്കും പറയാനൊക്കെ കരുതുന്നത്. അങ്ങനെയാണ് ഓരോ പോയിന്റ് നിർണ്ണയിച്ചിരിക്കുന്നത്. അതായത് സെർച്ചിങ് മതിയായിട്ടില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് പൊതുജനത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചും അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടും അവിടെയൊക്കെ ഇത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്യമം. അവിടെ ഈ ഘട്ടത്തിലൊക്കെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട്. അവിടേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. അതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുടനെ ഇവിടെ സ്ഥലങ്ങളിലൊക്കെ എത്തും. തെരച്ചിൽ തുടങ്ങാനുള്ള അവസാന ഒരുക്കത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. ഇനി മുകളിലേക്ക് കയറി അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണല്ലേ? ഓക്കെ. അത്തരത്തിൽ ഈ ആളുകളൊക്കെ മുകളിലേക്ക് കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ എത്തുന്നു. ഈ ഫയർഫോഴ്സ് ടീം അംഗങ്ങൾ എത്തുന്നു. ഇവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ ഈ പ്രദേശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഒപ്പം തന്നെ ഇവർക്കൊപ്പം പറയേണ്ട വിഭാഗമാണ് പോലീസിൻ്റെ ഒരു പ്രവർത്തനം, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗാർഡിൻ്റെയൊക്കെ പ്രവർത്തനം നമ്മൾ നേരത്തെ എടുത്തു പറഞ്ഞാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടെ നമ്മളോട് ചേരുകയാണ്. എത്ര ദിവസമായി ഇവിടെ ഡ്യൂട്ടിയിൽ? ഞാനിപ്പോൾ 4 ദിവസമായി ഡ്യൂട്ടിയിൽ. റെസ്ക്യൂ ഡ്യൂട്ടിയായിട്ട് ഭാഗമായിട്ട് ഡ്യൂട്ടി ചെയ്ത് വരുന്നത്. ഞങ്ങൾ എയർ ക്യാമ്പിൽ നിന്ന് വരുന്ന പോലീസുകാരാണ്. ഞങ്ങൾ 10-40 ആൾക്കാരുള്ള കൂടെയുണ്ട്. ഈ ഒരു മേഖലയിലൊരു അനുഭവം നമുക്കറിയാമല്ലോ. എന്താ പറയണ്ടേ അറിയില്ല. നമ്മൾ ഇതുമായിട്ട് ചേർന്ന് ഡ്യൂട്ടി എടുക്കുന്നു. വിഷമത്തോടെ തന്നെയാണ് ഡ്യൂട്ടി എടുക്കുന്നത്. എന്നാലും കൃത്യമായിട്ട് നമുക്കൊരു ആളുകൾക്ക് എല്ലാവർക്കും ഇനിയൊരു പ്രതീക്ഷയുടെ ദിനങ്ങൾ അതിജീവിക്കാനൊക്കെ പറയുമ്പോൾ ഇനി ആളുകളൊക്കെ ആ ഒരു മുറിവ് വലുത് തന്നെയാണ്. നമുക്കൊക്കെ ഈ മേഖലയിലൂടെ കടന്നു പോകും. പക്ഷേ ഒരു തിരിച്ചു വരണം എന്നൊരാഗ്രഹമാണ് ഇനിയുള്ളതല്ലേ? അതെ. എല്ലാവർക്കും പിന്നെ കുറേ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അത്തരത്തിൽ തന്നെ എല്ലാവരും സംസാരിക്കുന്നത്. പരമാവധി അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ചോദിക്കുന്നത് അവർ എന്താ അവരെ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ നമ്മൾ ഇതാക്കുന്നുണ്ട്. ഓക്കെ. അത്തരത്തിൽ എന്തായാലും ഇനി തെരച്ചിൽ തുടങ്ങാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളത്. എല്ലാവരും അതിനായി ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങളുമായാണ് നമ്മൾ സംസാരിച്ചത്. സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇപ്പോൾ DYFIൻ്റെ, SYSൻ്റെ, വൈറ്റ് ഗാർഡിൻ്റെയൊക്കെ സന്നദ്ധ പ്രവർത്തകരുമായൊക്കെ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ സംസാരിച്ചു. ഇവരൊക്കെ നേരത്തെയും ആദ്യ ദിനത്തിലൊക്കെ ജനകീയ തെരച്ചിലിൽ പങ്കെടുത്തവരാണ്. ഇന്നും 2ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. എങ്ങനെയാണ് ഈ തെരച്ചിലിനെ കാണുന്നത്? ഞങ്ങളിന്ന് രാവിലെ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഡേ ആണ് ഞങ്ങളത്. നമ്മളെ യൂണിറ്റിൻ്റെ കീഴിൽ എല്ലാ ദിവസവും ഓരോ ജില്ലക്കാർക്ക് ഡ്യൂട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മളെ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാഴ്ചക്കപ്പുറം ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഭീകരാവസ്ഥ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസത്തിൻ്റെ പദ്ധതികളൊക്കെ യൂണിറ്റി ടീം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കസ് ദേവയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ യൂണിറ്റി. അപ്പോൾ ഫസ്റ്റ് മുതൽ തന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും പ്രതിഷേധത്തിനും ക്ലീനിങ്ങൊക്കെ മുഴുവനായിട്ട് ഏകദേശം ഏറ്റെടുത്തത്
നമ്മളായിരുന്നു. അപ്പോൾ ഇന്നും ഇനി എന്താവശ്യത്തിനും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ സർക്കുലർ പ്രകാരം മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അനുമതി കൂടിയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതെ, പുതിയ സംഘം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇനിയും സന്നദ്ധരായി കൂടുതൽ പേര്, ഇനിയും ദിവസങ്ങൾ നീണ്ടുപോയാലും എത്താൻ തന്നെ സന്നദ്ധരായി കൂടുതൽ പേരുണ്ടല്ലേ? തീർച്ചയായും ഉണ്ട്. അത്തരത്തിൽ തന്നെയാണ് നമ്മൾ തുടക്ക ദിനം മുതൽ തന്നെ കണ്ടത്. ഇവരുടെയൊക്കെ ഒരു ഊർജ്ജമാണ് അതിപ്പോഴും തുടരുന്നു. തെരച്ചിലേക്ക് ജനകീയ നാടൊന്നായി ഇറങ്ങിയ തെരച്ചിലാണ്. അതിനൊപ്പം കൂടെ നിൽക്കാൻ ഈ കേരളം എന്ന നാട് മുഴുവനുണ്ട്. കണ്ണൂരിൽ നിന്നൊക്കെ വന്ന ആളുകളാണ്, വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഈ പ്രദേശവാസികൾക്കൊപ്പം തന്നെയുണ്ട് എന്നുള്ള കാഴ്ചയാണ്. നാടൊന്നാകെ തിരയുന്ന കാഴ്ച തന്നെ നമുക്ക് എന്തായാലും ഈ ജനകീയ തെരച്ചിലിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പൂജ, തീർച്ചയായിട്ടും അരുണാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.